കരൂപടന്ന നെടുങ്കാണത്ത് ഭർതൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. തൃശൂർ വെള്ളാങ്കല്ലൂർ കാരുമാത്ര സ്വദേശി നൌഫലിന്റെ ഭാര്യ 23 വയസ്സുള്ള ഫസീലയെയാണ് ഭർതൃവീട്ടിൽ ചൊവ്വാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മ കൂടിയായിരുന്നു ഫസീല. നവാസ് ചേരുന്നു വിവരങ്ങളുമായി കൊടുങ്ങല്ലൂരിൽ നിന്നും. നവാസ്, ഗർഭിണിയായ ഒരു യുവതിയാണ് ഇപ്പോൾ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഭർതൃപീഡനത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഇത് ശരിവയ്ക്കുന്നുണ്ടോ? ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തു എന്നറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലിറ്റി, ബന്ധുക്കളുടെ മൊഴി പ്രകാരം ഭർതൃപീഡനത്തെ കുറിച്ച് തുടർന്ന് തന്നെയാണ് ഫസീല ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. രണ്ടാമട്ടവും ഗർഭിണിയായ ഒരു 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയായ ഫസീല വീണ്ടും ഗർഭിണിയായതിനെ തുടർന്ന് വീട്ടുകാർ ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് കുട്ടിയുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഭർത്താവിനെതിരെ യുവതിയുടെ വീട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട പോലീസ് ഭർത്താവ് നൌഫലിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് ഭർതൃപീഡനത്തെ തുടർന്ന് തന്നെയാണ് ഫസീല മരിച്ചതെന്നാണ് പോലീസിന്റെ ആദ്യത്തെ നിഗമനം. പ്രാഥമിക അന്വേഷണം നടന്നു വരികയാണ് കിട്ടി. ഏതെങ്കിലും തരത്തിൽ മുൻപ് ഇത്തരത്തിൽ ഭർത്താവ് തന്നെ പീഡിപ്പിക്കുന്നതായി വീട്ടുകാരോടോ ആരോടെങ്കിലും ഫസീല പറഞ്ഞിരുന്നതായി ഈ വീട്ടുകാരുടെ ഏതെങ്കിലും സംസാരത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? അവരുമായി കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ബന്ധുക്കളിൽ ചിലർ ഇത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ലിറ്റി, ഫസീലയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം സംസ്കരിച്ചതിന് ശേഷം വിശദമായ പോലീസിന് മൊഴിയും പരാതിയും നൽകുമെന്ന നിലപാടിലാണ് ബന്ധുക്കളുള്ളത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതായിട്ട് ഫസീല ബന്ധുക്കളോട് പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട്. എന്നാൽ അതൊരു പരാതിയിലേക്കോ അല്ലെങ്കിൽ ഒരു കുടുംബവഴക്കിലേക്കോ പോയിരുന്നില്ല. എങ്കിൽ പൊടുന്നനെയായിരുന്നു അമ്മയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ച് ഞാൻ മരിക്കുകയാണ്, എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തത് തുടങ്ങിയ വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചതിന് ശേഷമാണ് ഫസീല ജീവനൊടുക്കിയത്. തീർച്ചയായിട്ടും നവാസ്, നമുക്കറിയാം സംസ്ഥാനത്ത് ഇപ്പോൾ നിരവധി വാർത്തകളാണ് ഇത്തരത്തിൽ കേൾക്കുന്നത്. ഭർതൃപീഡനത്തെ തുടർന്ന് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്ന്, സ്ത്രീധന പീഡനത്തെ തുടർന്നൊക്കെ യുവതികൾ മരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തേറെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെ തടയിടാൻ പ്രത്യേകമായ ഒരു നിയമ സംവിധാനം തന്നെ വേണമെന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും തൃശ്ശൂരിൽ ഒരു യുവതി ഭർതൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കരൂപടന്ന നെടുങ്കാണത്താണ് ഗർഭിണിയായ ഇരിങ്ങാലക്കുട സ്വദേശി ഫസീല ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുന്നത്. ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള പ്രാഥമികമായ വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ആദ്യമേ തന്നെ ഫസീലയ്ക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ബന്ധുക്കൾ അറിയിക്കുന്നുണ്ട്. അവർ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് നവാസാണ് വിവരങ്ങൾ നൽകിയത്.